ഹലോ, അസ്സാം വലൈക്കും. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ചെറിയ ഒരു അളവിലാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ദാ ഇവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയുടെ ഹാഫും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് മല്ലിയില അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പിഞ്ച് അപ്പസോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമായി തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടാൻ പാടില്ല. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ തവി മാവായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഹോൾസ് ഒക്കെ വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 1-2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാവും. അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇത്രത്തോളം ഓയിൽ ആവശ്യമില്ലെങ്കിൽ ചെറുതായിട്ട് പാനിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താലും മതി. ഇത് വെറുതെ കഴിക്കാനോ അല്ലെങ്കിൽ ചട്ടിനി കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.